ഹായ് ഹലോ. സോ നമ്മളെ ട്രിവുണ്ട് പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ നിന്നാണ്. ധർമ്മശാല ടു ധർമ്മശാലയാണ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ധർമ്മശാലയ്ക്ക് എത്താനാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് കയറണം. ഉദാഹരണത്തിന് നമ്മൾ ജാനുവരി 10 ഒരു പാക്കേജ് വെക്കുക എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഓക്കെ, ജാനുവരി 10 പാക്കേജ് ആണെങ്കിൽ ജാനുവരി 9 നിങ്ങൾ ഡൽഹി എത്തണം. ഡൽഹി ഒരു ദിവസം തലേന്ന് എത്തണം. സോ ജാനുവരി 9 നിങ്ങൾക്ക് ഡൽഹി എത്തുന്നതെങ്കിൽ 2 ദിവസം മുമ്പായിട്ട് നിങ്ങൾ ട്രെയിൻ കയറേണ്ടി വരും നാട്ടിൽ നിന്ന്. സോ ഏത് തീയതിയിലാണോ പാക്കേജ് വരുന്നത് അതിന്റെ 3 ദിവസം മുമ്പ് ആയിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് കയറേണ്ടി വരും. മിനിമം 4 ദിവസം മുമ്പാണെങ്കിൽ 5 ദിവസം മുമ്പാണെങ്കിലും ഒക്കെ കയറാം. ബട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബട്ട് 3 ദിവസത്തിനുള്ളിലാണ് എന്തായാലും കയറേണ്ടത്. പിന്നെ ധർമ്മശാല ടു ധർമ്മശാലയാണ് പാക്കേജ് വരുന്നത്. ധർമ്മശാലയിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്. AC സെമി സ്ലീപ്പർ ബസ് 500-600 റുപ്യക്ക് കിട്ടും. റെഡ് ബസ് ആപ്പിൽ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് തരാവുന്നതേ ഉള്ളൂ. നോ ഇഷ്യൂസ്. ധർമ്മശാല നിങ്ങൾ അങ്ങനെ രാവിലെ എത്തും. ഓക്കെ, ഇന്ന് രാത്രി കയറിയാൽ നാളെ രാവിലെ എത്താവുന്ന ദൂരത്താണ് ധർമ്മശാല വരുന്നത് ഡൽഹിയിൽ നിന്ന്. മാക്സിമം ഏറ്റവും നേരത്തെ എത്താവുന്ന ബസ് ബുക്ക് ചെയ്യാൻ നോക്കുക. 8 മണി 8:30 7 ആ ടൈമിലൊക്കെയാണ് പൊതുവെ എല്ലാ ബസ്സും എത്തുക. 8:30 നമ്മൾ എന്തായാലും പിക്കപ്പ് കൊടുത്തിട്ടുള്ളത് ധർമ്മശാലയിൽ. 8:30 ആകുമ്പോൾ ധർമ്മശാലയിൽ വണ്ടി നിർത്തും. ബസ് എല്ലാ ബസ്സും ഏറെക്കുറെ ഒരേ സ്റ്റോപ്പിലാണ് നിർത്തുക. ധർമ്മശാല പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെയാണ് നിർത്തുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉണ്ടാവുക. യൂഷ്വലി എല്ലാ ബസ്സും അവിടെ തന്നെ നിർത്തലുണ്ട്. അങ്ങനെ അവിടെ നിർത്തി അവിടെ നമ്മളെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യും. 8:30 ആകുമ്പോൾ പിക്കപ്പ് നമ്മൾ വണ്ടി പ്രൊവൈഡ് ചെയ്യും. വണ്ടിയിൽ എല്ലാ ഗസ്റ്റിനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ധർമ്മശാലയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ദൂരമുള്ള മെക്ലോഡ്ഗഞ്ചിലേക്കാണ്. ഓക്കെ, മെക്ലോഡ്ഗഞ്ച് പറഞ്ഞാൽ ചെറിയൊരു വില്ലേജാണ്. ഈ വില്ലേജിലാണ് നമ്മളെ ഓഫീസും നമ്മളെ ട്രക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ മെക്ലോഡ്ഗഞ്ച് എത്തിയിട്ട് അവിടുന്ന് ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ അതുപോലെ തന്നെ റെന്റൽ സാധനങ്ങൾ, ഷൂവും വാക്കിംഗ് സ്റ്റിക്കുമാണ് റെന്റലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഇത് രണ്ടും എടുക്കാനുള്ള ഓപ്ഷനും ഈ മെക്ലോഡ്ഗഞ്ചിലുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ട്രക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പറഞ്ഞാൽ ധരംകോട്ട് കണ്ടുള്ള അടുത്ത വില്ലേജ് വരെയാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ പോകുന്നത്. ധരംകോട്ടുള്ള വഴി പറഞ്ഞാൽ റോഡ് മാർഗ്ഗമായിരിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ധരംകോട്ടും ഭയങ്കര ഭംഗിയുള്ളൊരു വില്ലേജാണ്. കുറേ യൂറോപ്യൻ സ്റ്റൈൽ കഫേസും കുറേ ഓഫ് ബീറ്റ് ലൊക്കേഷൻസും ഒക്കെ ഉള്ള ചെറിയൊരു വില്ലേജാണ് ധരംകോട്ട്. ധരംകോട്ടിൻ്റെ ഒരു അറ്റത്തായിട്ടാണ് ട്രിവുണ്ട് ട്രക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഓക്കെ, അപ്പം ധരംകോട്ടിൽ ലാസ്റ്റ് പോയിന്റിൽ ഹീന കഫേ എന്നുള്ള ഒരു കഫേൻ്റെ മുമ്പിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ നമ്മൾ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ തന്ന് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്ന് ഏകദേശം ഒരു 11:30-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഗസ്റ്റ് എല്ലാവരും എത്തിയതിന് ശേഷം അങ്ങനെ ഈ ഹീന കഫേന്ന് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് ഒഫീഷ്യലി ട്രക്ക് സ്റ്റാർട്ടായി. പിന്നെ ഈ മെക്ലോഡ്ഗഞ്ചിന് ഈ ഹീന കഫേക്ക് ഏകദേശം 25 മിനിറ്റ് ദൂരം മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. ഭയങ്കര ഭംഗിയുള്ള ഫോറസ്റ്റ് ട്രെയിൽസും സീനിക് റൂട്ടും ചെറിയ ക്ലൈംസും ഒക്കെ ആയിട്ട് ട്രെയിൽസിലൂടെ ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞാൽ ലിറ്ററലി ഭയങ്കര ഭംഗിയാണ്. അപ്പം ഈ ഒരു റീജിയൻ കൂടെ നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ട്രക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഞങ്ങൾ ഫുഡിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വൈകളിൽ മൊത്തം കാഫേസും ടീ സ്റ്റോളുകളും ഉണ്ടാവും. ഫുഡ് കഴിക്കാനാണെങ്കിൽ മാഗി, ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാവുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഏകദേശം 4:30-5 മണിയാകുമ്പോഴേക്കും എല്ലാവരും മുകളിലെത്തും. സൺസെറ്റിൻ്റെ ടൈം കറക്റ്റ് ആകുമ്പം നമ്മളെല്ലാവരും ട്രിവുണ്ട് ടോപ്പിലെത്തുമ്പോൾ സൺസെറ്റിന് നേരത്തെ എത്തുമ്പോൾ കാണാൻ പോണ വ്യൂ ഭയങ്കര ഭംഗിയാണ്. ലിറ്ററലി നമുക്കൊന്ന് മുമ്പ് ഒരു ഹിമാലയൻ ട്രക്ക് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാത്തൊരു വ്യൂ ആണ്. അത്രയ്ക്ക് ഭംഗിയാണ്. കാരണം അത്രയും അടുത്തായിട്ടാണ് നമ്മൾ മൗണ്ടെയിൻ റേഞ്ചസ് കാണാൻ പോകുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു കൊള്ളാക്കില്ല, നിങ്ങൾക്ക് ഞങ്ങൾ വിഷ്വൽസ് തന്നെ കാണിച്ചു തരാം. സോ ഇങ്ങനെയൊക്കെയാണ് ട്രിവുണ്ട് ട്രക്കിൻ്റെ ടോപ്പിലെത്തിയാൽ സൺസെറ്റിൻ്റെ നേരമാകുമ്പോൾ കാണാൻ പോണ വ്യൂ. ഇതെല്ലാം കണ്ട് സൺസെറ്റും കണ്ട് ഗോൾഡൻ അവറും ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മൾ എന്താക്കും, ഈവനിങ് ടീ ഉണ്ടാവും. പാക്കേജിലുള്ളതാണ് ഈവനിങ് ടീ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സൺസെറ്റ് കഴിഞ്ഞ് രാത്രിയാവും. രാത്രിയാകുമ്പോൾ അങ്ങനെ നക്ഷത്രങ്ങൾ ഓരോന്ന് വരാൻ തുടങ്ങും. പിന്നെ നമ്മൾ ആ ടൈം ആകുമ്പോഴേക്കും എല്ലാവർക്കും ടെൻറ്റ് അലോക്കേറ്റ് ചെയ്യും. ഷെയറിംഗ് ബേസിസിൽ ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗൊക്കെ നമ്മൾ തന്നെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് തരുന്നതാണ്. അതൊക്കെ തന്നെ ഡിന്നർ ടൈം ആകുമ്പോൾ ഡിന്നറും കഴിച്ച് കുറച്ചൊക്കെ സ്റ്റാർ ഗേസ് ഒക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ നേരവും. അങ്ങനെ റെസ്റ്റിങ്ങിന് പോയി പിറ്റേന്ന് രാവിലെ എണീക്കാൻ പറഞ്ഞാൽ സൺറൈസിൻ്റെ നേരത്തായിരിക്കും. ഭയങ്കര ഭംഗിയായിരിക്കും സൺറൈസും കാണാൻ. ധവലധാർ എന്നുള്ള മൗണ്ടൻ റേഞ്ചസിൻ്റെ പാക്കിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരു വിഷ്വലുണ്ട്. അത് നിങ്ങൾ കാണുക തന്നെ വേണം, അതിൻ്റെ ഡെപ്ത് മനസ്സിലാണെങ്കിൽ. അങ്ങനെ അതും കണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഇറങ്ങാൻ തുടങ്ങും. താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് താഴോട്ടേക്ക് നമ്മൾ തിരിക്കും. ഓക്കെ, താഴോട്ട് തിരിച്ച് ഒരു 11 മണി 11:30-12 മണി ആ ടൈം ആകുമ്പോഴേക്കും ഏറെക്കുറെ എല്ലാ ഗസ്റ്റും തിരിച്ച് മെക്ലോഡ്ഗഞ്ചിലെത്തും. അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് ലഞ്ചൊക്കെ കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫ്രഷപ്പ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കാം, നമ്മൾ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള നമ്മളെ മൊണാസ്ട്രി വിസിറ്റിലേക്ക് നമ്മൾ പോകും. ഓക്കെ, മൊണാസ്ട്രി വിസിറ്റ് പറഞ്ഞാൽ മെക്ലോഡ്ഗഞ്ചിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ മൊണാസ്ട്രിയിലേക്ക്. ബുദ്ധന്മാരെ മൊണാസ്ട്രിയാണ്. അങ്ങനെ വെച്ചാൽ 90-കൾക്ക് മുമ്പൊക്കെ ആയിട്ട് ഇന്ത്യ ചൈന ആയിട്ട് നല്ല ബന്ധത്തിലല്ലാത്ത സമയത്ത് ടിബറ്റ് പിടിച്ചെടുക്കാൻ
ചൈന ശ്രമിച്ചു. ആ സമയത്ത് ഇന്ത്യ എന്താക്കി, ഈ ടിബറ്റിലുള്ള മോങ്സിന് അഭയകേന്ദ്രമായിട്ട് ഈ കൊടുത്തൊരു സ്ഥലമാണ് ഈ മക്ലോഡ്ഗഞ്ചും ധർമ്മശാലയും. ആയതിനാൽ ഇവർ ഭയങ്കരമായിട്ട് ഇവിടെ സഹവസിക്കുന്നുണ്ട്. ലൈക്ക് ഹ്യൂജ് നമ്പറിൽ ഈ ബുദ്ധിസ്റ്റ് മോങ്സും കാര്യങ്ങളും ഇവരെ മൊണാസ്ട്രീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രിയാണ് ഈ ദലൈലാമ മൊണാസ്ട്രി അല്ലെങ്കിൽ നംഗ്യാൽ മൊണാസ്ട്രി. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ് അടുത്ത് നമ്മൾ ഇവിടേക്കായിരിക്കും പോവുക. അതും നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ് 5:30 ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് എന്താക്കും, മെക്കലോഡ്ഗഞ്ചിൽ നമ്മൾ ഓഫീസിൻ്റെ മുമ്പിൽ എത്താൻ എല്ലാവരോടും ലൊക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യും. മെക്കലോഡ്ഗഞ്ചിൽ 5:30 ആകുമ്പോൾ എല്ലാവരും ഗ്രൂപ്പാവും. അവിടെ നമ്മൾ വണ്ടി വീണ്ടും പ്രൊവൈഡ് ചെയ്യും താഴോട്ട് ധർമ്മശാലയ്ക്ക്. അങ്ങനെ 5:30ക്ക് തിരിച്ച് ധർമ്മശാലയ്ക്ക് നമ്മൾ തിരിക്കും. 6 മണി ആകുമ്പോഴേക്കും ധർമ്മശാല എത്തും. അവിടെ നമ്മൾ പാക്കേജ് ഓഫീസിൽ എൻഡ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ബസ് കയറിയിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകും. 6 മണി 6:30 ആകുമ്പോഴേക്കും ബസ് ബുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതൊക്കെ റെഡ് ബസ് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് പറഞ്ഞു തരാവുന്നതുള്ളൂ. എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കി തരാവുന്നതുള്ളൂ. ഡയറക്റ്റ് ബസ് ഉണ്ട്, AC സെമി സ്ലീപ്പർ ബസ്, അതിലൊന്നും വിഷയമില്ല. പാക്കേജിൽ പ്രോപ്പറായിട്ട് ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ Day 1 ഈവനിങ് ടീ, Day 1 ഡിന്നർ, Day 2 ബ്രേക്ക്ഫാസ്റ്റ്, ഫുഡായിട്ട് ഇതാണ്. പിന്നെ അതിൻ്റെ പുറമെ ഫോറസ്റ്റ് പെർമിറ്റ്, അതുപോലെ എല്ലാ ബാച്ചിലും ഗൈഡ്, സർട്ടിഫൈഡ് ഗൈഡുമാർ, പിന്നെ പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ്, ട്രക്ക് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ സൈറ്റ് സീയിങ്, പിന്നെ ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, ഇതൊക്കെയാണ് നമ്മുടെ ടെൻറ്റ് നമ്മുടെ പാക്കേജിൽ ഒഫീഷ്യലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൻ്റെ പുറമെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ മൊണാസ്ട്രി വിസിറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാരണത്താൽ പലപ്പോഴായിട്ട് നമ്മളെ ഗസ്റ്റ് പലരും ട്രക്ക് ക്യാൻസൽ ആക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ടിക്കറ്റ് നമ്മൾ വിചാരിച്ച ബാച്ചിലേക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നാണെങ്കിൽ അതിൻ്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട. അത് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഈ വീഡിയോൻ്റെ അടിയിൽ ട്രെയിൻ ടിക്കറ്റ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ തന്നെ അല്ലേ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്ന ഡേറ്റിലേക്ക് നമ്മൾ വഴി എങ്ങനെ എടുക്കാന്നുള്ളതിനെ പറ്റി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ വാട്സപ്പ് കോൺടാക്ട് കൊടുത്തിട്ട് ഒരു ലിങ്കും ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പറിൽ വിളിക്കേണ്ട, മെസ്സേജ് അയച്ചാൽ മതി. 300 ട്രക്ക് എന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഫുൾ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരുന്നതാണ്.